എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു 11 മണിക്ക് ശേഷമാണ് ഉറങ്ങിയത്. പുലർച്ചെ 4:30 എണീറ്റു. മൊബൈൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് പ്രകാശ് രാജിൻ്റെ ഒരു സംഭാഷണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ രാവിലെ ഈ ഷോർട്സ് ചെയ്യുന്നത്. ഗാസയെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചുമായിരുന്നു പ്രകാശ് രാജിൻ്റെ സംസാരം. യുദ്ധം അവസാനിക്കും, നേതാക്കളെല്ലാം കൈകൊടുത്ത് പിരിയും. മാതാവ് മകനു വേണ്ടി കാത്തിരിക്കുകയും പ്രിയതമ അവളുടെ ഭർത്താവിനു വേണ്ടി, ധീരയോദ്ധാവിനു വേണ്ടി കാത്തിരിക്കുകയും മകൾ അവളുടെ എല്ലാമെല്ലാമായ അച്ഛനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. ആ നഷ്ടബോധം അവരിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യും. എൻ്റെ മണ്ണ് പണയം വെച്ചത് ആരാണ് എന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ വിഹിതം പറ്റിയത് ആരാണ് എന്ന് എനിക്കറിയാം. അഗാധമായ മാനുഷിക ചിന്തയിലേക്ക് കടത്തിവിടുന്ന ചില വരികളായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതെത്രത്തോളം ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ ഹൃദയസ്പർശമാകും എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. എത്രത്തോളം കാതലായ സംഭാഷണമാണ് 2 മിനിറ്റിൽ അദ്ദേഹം നടത്തിയത് എന്ന് നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ നന്നാവും എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ അയാളുടെ സംഭാഷണം ശ്രദ്ധിക്കുമല്ലോ. ഞാൻ പറഞ്ഞതിലുപരി എത്രയോ സ്ഫുരിക്കുന്ന കണ്ണുകളോടുകൂടി നമ്മളോട് ഏയ് ചെല്ലം എന്ന് വിളിച്ച അതേ സ്നേഹത്തോടുകൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം വീക്ഷിക്കണം. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു